പന്നിയോ? എവിടെ? വെടികൊണ്ട് പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടിളക്കാൻ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നി ഇളകിയ കാടിളയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇതെവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെയായിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ നടക്കുകയാണോ അതോ എഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിയെത്തിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ. ആരെ കാണുന്നില്ലല്ലോ. എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി, ഇത് കണ്ടോ? അതുമല്ല, പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് തിരുത്തി അവിടെ ഇരിക്കണം. വാ, അത് നിങ്ങൾ കാണാഞ്ഞിട്ടല്ലേ? എവിടൊക്കെ നോക്കി പോയിട്ടുണ്ടേ ബംഗ്ലാവ് കണ്ടോ? മോനെ, മോനെ, ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കട്ടെ കരുന്നാക്കെ. മതിയായി. വാ, നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ. വിവരം അറിയും. മുത്തങ്ങ വാച്ചറ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കരുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ല. എന്നിട്ടാണ് തട്ടികളെ ഞാൻ ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വെളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്? എലിഫന്റ് ടീത്ത്. ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ലു പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല. എന്നെ ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. എടാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്. അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര. ഓ, അയാൾ ഇതിനകത്തുണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ, നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലും മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ പോയിക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പം കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കൊടുക്കും. അപ്പൊ വാച്ചർ ഭാസ്കറിന്റെ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയും കാണുന്നേ. ഭാസ്കരല്ലേ രാത്രിയിലെ മഞ്ഞല്ലേ എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ അകത്തേക്ക് വാങ്ങോളാം. ഗേൾസ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്. മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം? കൊള്ളാം.
നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം, അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാ. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്ക് കാര്യം ചെയ്യാം, ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് പ്ലീസ്. നമുക്ക് ആ സൈഡിൽ ഒതുങ്ങാം. എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. വിനോദ ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാഷേ, ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്. എന്താ ഇത്? ഇതോ? ആ, ഇത് കോടാലി. അത് മനസ്സിലായി. ഇത് എന്തിനാ? വെറുതെ അങ്ങോട്ട് ചെയ്യുന്ന മുറി തുറക്കത്തില്ല. പിന്നെ ഭാസ്കറിന്റെ കയ്യിലെ താക്കോല്. വി ആർ ഇൻട്രൂഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ട്രസ്പാസേഴ്സ്. നമ്മൾ അതിക്രമിച്ച് കടന്നവരാ. നമുക്ക് മുറി തുറക്കണമെങ്കിൽ വെട്ടിപ്പൊളിക്കണം. Come on. ഇത് നമുക്ക് കോടാലിയെ ഉറപ്പാ. അതെ അതെ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ഈ വീട്ടിലും എന്തൊക്കെയോ ഉണ്ട്. എന്ത്? ദേ തുറച്ച നോട്ടം കണ്ടില്ലേ? ആരുടെ? ഈ സായിപ്പിന്റെ. ആരാണോ വലിയ വാരി നിലവിളിച്ചത്? അത് അയ്യോ, ചോര. എന്താ, കൈ മുറിഞ്ഞോ? അല്ല, മച്ചന്റെ മോളിന്ന് ചോര. അയ്യോ, ഇത് ചോര തന്നെയാണ്. കണ്ടില്ലേ, നല്ല കട്ട ചോര. പക്ഷേ മനുഷ്യ ചോരയല്ല, നോട്ട് ഹ്യൂമൻ ബ്ലഡ്. വിനോദേ വാ, നമുക്ക് മോളിൽ പോയി നോക്കാം. വാ. വേണ്ട. അയ്യോ, രക്തദാഹികളും മാംസക്കുതിയന്മാരും അലഞ്ഞു നടക്കുന്ന താഴ്വരയാണിത്. സൂക്ഷിക്കണം. അതും നിങ്ങളെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ. നിങ്ങൾക്കും അവരോട് ഒന്ന് പോയിക്കൂടെ? ഞാൻ പോടാം. പ്ലീസ്. ശരിക്കും പ്ലീസ് പ്ലീസ്. ഓക്കെ. ഇതിന്റെ മുകളിൽ ഇപ്പൊ എങ്ങനെ കേറുക? അച്ഛനെ കയറി നോക്കാനൊന്നുമില്ല. വളരെ പൗരാണികമാണ്. പൊത്തിപ്പിടിച്ച് കയറിയ ചിലപ്പോൾ നടുവി. പൂച്ചയും മരപ്പറ്റി തമ്മിലുള്ള മൽപ്പിടുത്തം. ഇറച്ചിക്ക് വേണ്ടി ഈ മൗസ് മീറ്റ്, എലിയുടെ ഇറച്ചി. വാ പോവാം. ഇയാൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒന്നല്ല, മൊത്തം കുഴപ്പം.